Prove that f of x is equal to x raised to 4 minus 10x square plus 1 element of q of x. q of xയുടെ പോളിനോമിയലാണ്. കോഎഫിഷ്യൻസ് എല്ലാം എന്താണ്? റാഷണൽസ് ആണ്. ഈസ് ഇറഡ്യൂസിബിൾ. സോ ഈ പോളിനോമിയൽ ഇറഡ്യൂസിബിൾ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ക്ലിയർലി ഇത് q of xയിലെ പോളിനോമിയൽ ആണെങ്കിൽ കൂടി ഇതെന്താണ്? സെഡ് ഓഫ് എക്സിലെയും പോളിനോമിയലാണ്. കാരണം കോഎഫിഷ്യൻസ് എന്താണ്? 1 മൈനസ് 10 1. കോഎഫിഷ്യൻസ് എല്ലാം ഇൻറ്റിജേഴ്സ് ആണ്. സോ അതുകൊണ്ട് q of xയിലെ മാത്രം പോളിനോമിയൽ അല്ല, ഇത് സെഡ് ഓഫ് എക്സിലെ കൂടി പോളിനോമിയലാണ്. സോ ക്ലിയർലി f of x എലമെൻറ്റ് ഓഫ് സെഡ് ഓഫ് എക്സ് ഓൾസോ. ഇനി നമ്മൾ മോഡ്യൂൾ 2-ലെ തിയറം 39 ഉപയോഗിച്ചാണ് ഈ പോളിനോമിയൽ. ഇവിടെ നമുക്ക് ഐസൻസ്റ്റീൻസ് ക്രൈറ്റീരിയൻ ഒന്നും അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. കാരണം ഒരു പ്രൈം നമ്പർ പി എടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, സോ അങ്ങനെ ആണെങ്കിൽ ഇവിടെ മോഡ്യൂൾ 2-ലെ തിയറം 39 ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. തിയറം 39 പറയുന്ന ഇതാണ്: ഇഫ് പി ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് സെഡ് ഓഫ് എക്സ് ഈസ് നോട്ട് എ പ്രോഡക്റ്റ് ഓഫ് ടു പോളിനോമിയൽസ് ഇൻ സെഡ് ഓഫ് എക്സ് ഈച്ച് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഡിഗ്രി ഓഫ് പി. അത് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് സെഡ് ഓഫ് എക്സിലെ പോളിനോമിയലാണ്. അതിനെ എനിക്ക് രണ്ട് പ്രോഡക്റ്റിൻ്റെ ഈ പിയേക്കാൾ ചെറിയ ഡിഗ്രി ഉള്ള രണ്ട് പോളിനോമിയൽസിനെ പ്രോഡക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ആണെങ്കിൽ ഓക്കെ, അതായത് സെഡ് ഓഫ് എക്സിൽ ഈ പോളിനോമിയൽ ഇറഡ്യൂസിബിൾ ആണ്. സെഡ് ഓഫ് എക്സിൽ രണ്ട് ലോവർ ഡിഗ്രി പോളിനോമിയൽസിനെ പ്രോഡക്റ്റായിട്ട് എഴുതാൻ സാധിക്കില്ല. മീൻസ് എന്താണ്? സെഡ് ഓഫ് എക്സിൽ ഇറഡ്യൂസിബിൾ ആണെങ്കിൽ ദെൻ എന്താണ്? പി ഓഫ് എക്സ് ഈസ് ഇറഡ്യൂസിബിൾ ഇൻ ക്യൂ ഓഫ് എക്സ്. അങ്ങനെ ആണെങ്കിൽ ഒരു സെഡ് ഓഫ് എക്സിലെ ഒരു പോളിനോമിയൽ സെഡ് ഓഫ് എക്സിൽ ഇറഡ്യൂസിബിൾ ആണെങ്കിൽ അത് എവിടെ ഇറഡ്യൂസിബിൾ ആയിരിക്കുന്നു? ക്യൂ ഓഫ് എക്സിൽ ഇറഡ്യൂസിബിൾ ആയിരിക്കും എന്നാണ് തിയറം 39 പറയുന്നത്. സോ നമുക്കിവിടെ തന്നിരിക്കുന്ന ഈ പോളിനോമിയൽ ക്യൂ ഓഫ് എക്സിലെ പോളിനോമിയലാണ്, പക്ഷേ ഇത് സെഡ് ഓഫ് എക്സിലെയും പോളിനോമിയലാണ്. അതുകൊണ്ട് നമുക്കിവിടെ തിയറം 39 അപ്ലൈ ചെയ്യാൻ സാധിക്കും. സോ ഈ പോളിനോമിയൽ ക്യൂ ഓഫ് എക്സിൽ ഇറഡ്യൂസിബിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്താൽ മതി? ഈ പോളിനോമിയൽ സെഡ് ഓഫ് എക്സിൽ ഇറഡ്യൂസിബിൾ ആണെന്ന് കാണിച്ചാൽ മതി. കാരണം ഈ പോളിനോമിയൽ എലമെൻറ്റ് ഓഫ് സെഡ് ഓഫ് എക്സ് ആയതുകൊണ്ട്. So, by theorem 39, in order to prove f of x is irreducible in q of x, it is enough to prove f of x is irreducible in z of x. Okay. So, ഞാൻ ഇനി f of x z of x irreducible ആണെന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, നമ്മളിപ്പോൾ ഇറഡ്യൂസിബിൾ ആണെന്നാണ് കാണിക്കേണ്ടത്. സപ്പോസ് റെഡ്യൂസിബിൾ ആണെങ്കിൽ എന്താണ് സംഭവം? ഇതൊരു 4th ഡിഗ്രി പോളിനോമിയലാണ്. സോ ഇതിനെ രണ്ട് പോളിനോമിയൽസിനെ പ്രോഡക്റ്റായിട്ട് എഴുതുമ്പോൾ ഒന്നെങ്കിൽ രണ്ട് 2nd ഡിഗ്രി പോളിനോമിയൽസിൻ്റെ ഡിഗ്രി 2 വരുന്ന രണ്ട് പോളിനോമിയൽസിനെ പ്രോഡക്റ്റായിട്ട് എഴുതാം, അല്ലെങ്കിൽ എന്താണ് ഒരു 1st ഡിഗ്രി പോളിനോമിയലിൻ്റെയും ഒരു 3rd ഡിഗ്രി പോളിനോമിയലിൻ്റെയും പ്രോഡക്റ്റായിട്ട് എഴുതാം. സോ രണ്ട് പോസിബിലിറ്റീസേ വരുള്ളൂ. ഓക്കെ, സോ ഒരു 1st ഡിഗ്രി പോളിനോമിയലിൻ്റെയും 3rd ഡിഗ്രി പോളിനോമിയലിൻ്റെയും പ്രോഡക്റ്റായിട്ട് എഴുതുക മീൻസ് എന്താണ്? 1st ഡിഗ്രി പോളിനോമിയൽ വരുന്നതുകൊണ്ട് തന്നെ കേസ് 1 ആയിട്ട് എഫ് ഓഫ് എക്സിന് ഒരു ലീനിയർ ഫാക്ടർ കാണണം ഇവിടെ സെഡ് ഓഫ് എക്സിൽ. സോ ഫസ്റ്റ് കേസായിട്ട് ഞാൻ അത് എടുക്കുന്നു, കാരണം ആ ഫാക്ടറൈസേഷൻ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടാണ് എടുക്കുന്നത്. സോ ഒന്നെങ്കിൽ എന്താണ്? എഫ് ഓഫ് എക്സ് റെഡ്യൂസിബിൾ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ആസ് എ ലീനിയർ ഫാക്ടർ ഇൻ സെഡ് ഓഫ് എക്സ്. ഒരു ലീനിയർ ഫാക്ടർ സെഡ് ഓഫ് എക്സിലുണ്ടെങ്കിൽ എന്താണ്? ഒരു 1st ഡിഗ്രി പോളിനോമിയൽ 3rd ഡിഗ്രി പോളിനോമിയലും പ്രോഡക്റ്റായിട്ട് എഴുതാൻ സാധിക്കും. ഓക്കെ, സോ അങ്ങനെ എഴുതാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ലീനിയർ ഫാക്ടർ എവിടെ കാണണം? സെഡ് ഓഫ് എക്സിൽ ആ ലീനിയർ ഫാക്ടർ കാണണ്ടേ? സോ ഇഫ് എഫ് ഓഫ് എക്സ് ഹാസ് എ ലീനിയർ ഫാക്ടർ ഇൻ സെഡ് ഓഫ് എക്സ് ദെൻ ഇറ്റ് ഹാസ് എ 0 ഇൻ ഇസഡ്. ആ ലീനിയർ ഫാക്ടർ എക്സ് മൈനസ് ചെയ്യുന്ന രീതിയിൽ ഒരു ലീനിയർ ഫാക്ടർ വന്നാൽ എന്താണ്? അതിൻ്റെ 0 ആ എ എന്ന് പറയുന്നത് എവിടെ കാണണം? സെഡിലെ എലമെൻ്റ് ആയിരിക്കണം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ 0 എവിടെ ഉണ്ടെന്ന് കിട്ടും? ഇറ്റ് ഹാസ് ആ ലീനിയർ ഫാക്ടർ എക്സ് മൈനസ് എ ആണെങ്കിൽ എ എലമെൻറ്റ് ഓഫ് സെഡ് ആയിരിക്കും. സോ അങ്ങനെ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് എവിടെ കാണണം? അതിൻ്റെ ഈ പോളിനോമിയലിൻ്റെ ഒരു റൂട്ടല്ലേ. സോ അതുകൊണ്ട് തന്നെ ഈ പോളിനോമിയലിൻ്റെ ഒരു 0 എവിടെ കാണണം? സെഡിൽ കാണണം. ഇൻറ്റിജറായിട്ടൊരു റൂട്ട് കാണണം ആ പോളിനോമിയലിന്. ഓക്കെ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന നമ്മുടെ തന്നിരിക്കുന്ന പോളിനോമിയലിന്. ഓക്കെ, സോ അതാണ് പറഞ്ഞത് ഇഫ് എഫ് ഓഫ് എക്സ് ഹാസ് എ ലീനിയർ ഫാക്ടർ ഇൻ സെഡ് ഓഫ് എക്സ്, അത് കേസ് 1 ആയിട്ട് എടുക്കുന്നു. ദെൻ ഇറ്റ് ഹാസ് എ 0 ഇൻ സെഡ്. ദെൻ ദിസ് 0 മസ്റ്റ് ബി എ ഡിവൈസർ ഇൻ സെഡ് ഓഫ് ദി കോൺസ്റ്റൻറ്റ് ടേം ഇൻ എഫ് ഓഫ് എക്സ്. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ അതായത് നമ്മൾ എന്താ പറയുക, നമ്മൾ കാൽക്കുലസിൽ പഠിക്കുന്നൊരു റിസൾട്ടാണ്. ഒരു 0 സെഡിലുണ്ടെങ്കിൽ ഒരു പോളിനോമിയലിന് ഒരു റൂട്ട് സെഡിൽ ഇൻറ്റിജേഴ്സിലുണ്ടെങ്കിൽ എന്താണ്? ആ റൂട്ടെന്ന് പറയുന്നത് ഡിവൈസർ ഓഫ് ദി കോൺസ്റ്റൻറ്റ് ടേം. എഫ് ഓഫ് എക്സിൻ്റെ റൂട്ടല്ലേ ഇത്. സോ ഡിവൈസർ ഓഫ് ദിസ് കോൺസ്റ്റൻറ്റ് ടേം ഇൻ എഫ് ഓഫ് എക്സ് ആയിരിക്കും. ഓക്കെ, സോ അതാണ് ഇവിടെ പറഞ്ഞത്. ദെൻ ദി 0 മസ്റ്റ് ബി എ ഡിവൈസർ ഇൻ സെഡ്. ആ 0 എവിടുത്തെ എലമെൻറ്റാണ്? സെഡിലെ എലമെൻറ്റാണ്. അതാണ് ഡിവൈസർ ഇൻ സെഡ് എന്ന് പറഞ്ഞത്. ഓഫ് ദി എന്തിൻ്റെ ഡിവൈസറാണ്? ഓഫ് ദി കോൺസ്റ്റൻറ്റ് ടേം ഇൻ എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് 1. എഫ് ഓഫ് എക്സിലെ കോൺസ്റ്റൻറ്റ് ടേം 1ൻ്റെ ഡിവൈസർ ആയിരിക്കും ആ 0 എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ 0 ക്യാൻ ബി എയ്തർ. സോ അങ്ങനെ ആണെങ്കിൽ 0 ഈ 1ൻ്റെ ഡിവൈസർ എന്താണ്? പ്ലസ് ഓർ മൈനസ് 1 അല്ലേ. സോ അങ്ങനെ ആണെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ ആ 0 ഏതൊക്കെ ആകാൻ പറ്റുമോ? ഒന്നെങ്കിൽ +1 ആയിരിക്കും, അല്ലെങ്കിൽ -1 ആയിരിക്കും. അങ്ങനെ ആണെങ്കിൽ അത് +1 -1 എഫ് ഓഫ് എക്സിൻ്റെ 0 ആവുമെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം.
എഫ് ഓഫ് 1 എടുക്കുന്നു, എഫ് ഓഫ് -1 എടുക്കുന്നു. എഫ് ഓഫ് 1 എടുത്താൽ നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടും. എഫ് ഓഫ് -1 എക്സിൻ്റെ പ്ലേസിൽ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ എഫ് ഓഫ് എക്സ് ഹാസ് നോ സീറോസ് ഇൻ സെഡ്. സോ എഫ് ഓഫ് എക്സിന് എന്താണ് സെഡിൽ ഇത് രണ്ടും 0 ആയിരുന്നില്ല. 0 ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും 1ൻ്റെ ഡിവൈസർ ആയിരിക്കും, അത് +or -1 ആവത്തുള്ളൂ. പക്ഷേ ഇവിടെ 1ഉം -1ഉം സീറോസ് അല്ല. സോ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് എക്സ് ഹാസ് നോ സീറോസ് ഇൻ സെഡ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു ഫാക്ടറൈസേഷൻ പോസിബിൾ ആവുമോ? ഇല്ല. ഇങ്ങനൊരു ഫാക്ടറൈസേഷൻ പോസിബിൾ ആണെങ്കിൽ ആ 0 കറസ്പോണ്ടിങ് ഒരു 0 സെഡിൽ വരും എന്നല്ലേ കിട്ടിയത്. സോ എന്താണ് 0 സെഡിൽ ഇല്ല എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇങ്ങനൊരു ഫാക്ടറൈസേഷൻ പോസിബിൾ അല്ല. സോ എഫ് ഓഫ് എക്സിൻ്റെ ഒരു ലീനിയർ ഫാക്ടർ ഇല്ല. സോ നമുക്കൊരു ലീനിയർ ഫാക്ടർ ഇൻറ്റു തേർഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന രീതിയിൽ എഴുതാൻ സാധിക്കില്ല. അങ്ങനൊരു ഫാക്ടറൈസേഷൻ പോസിബിൾ അല്ല സെഡ് ഓഫ് എക്സിൽ നിന്ന് കിട്ടും. ഇനി സെഡ് ഓഫ് എക്സിൽ റെഡ്യൂസിബിൾ ആണെങ്കിൽ റെഡ്യൂസിബിൾ നമുക്ക് സെഡ് ഓഫ് എക്സിൽ റെഡ്യൂസിബിൾ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. സോ സെഡ് ഓഫ് എക്സിൽ നമുക്ക് ഇങ്ങനെ റെഡ്യൂസിബിൾ ആക്കാൻ സാധിക്കുമോ എന്ന് ചെക്ക് ചെയ്യുമോ? പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ റെഡ്യൂസിബിൾ എന്ന് കിട്ടും. ഓക്കെ, ഇനി സെഡ് ഓഫ് എക്സിൽ ഈ പോളിനോമിയലിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റിയാൽ എന്താണ്? രണ്ട് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ സാധിക്കും. നെക്സ്റ്റ് കേസ്, സോ കേസ് 2, ഇഫ് എഫ് ഓഫ് എക്സ് ഫാക്ടേഴ്സ് ഇൻറ്റു 2 ക്വാഡ്രാറ്റിക് ഫാക്ടേഴ്സ് ഇൻ സെഡ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സം x² + ax + b ഇൻറ്റു x² + cx + d. വേറെ ഈ കോഎഫിഷ്യൻസ് എ ബി സി ഡി എവിടുത്തെ എലമെൻറ്റ്സ് ഇൻറ്റിജേഴ്സ് ആയിരിക്കണം. കാരണം ഈ ഫാക്ടറൈസേഷൻ സെഡ് ഓഫ് എക്സിലാണ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് x⁴ - 10x² + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതി. ഇനി ഇതിനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ അതെന്ത് കിട്ടും? ദാറ്റ് ഈസ് x⁴ + c + a x³ + d + ac + b ഇൻറ്റു x² + ad + bc ഇൻറ്റു x + bd എന്ന് കിട്ടും. ഞാൻ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാണ്. ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻസ് ഓഫ് പവേഴ്സ് ഓഫ് എക്സ്. ആദ്യം എന്താണ്? c + x³ കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുന്നു. x⁴ കോഎഫിഷ്യൻ്റ് രണ്ടിടത്തും 1. നെക്സ്റ്റ് x³ കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുന്നു. സോ c + a = 0. x² ഇക്വേറ്റ് ചെയ്യുമ്പോൾ d + ac + bc = -10. എക്സിൻ്റെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ad + bc = 0 ആൻഡ് കോൺസ്റ്റൻറ്റ് ടേം ഇക്വേറ്റ് ചെയ്യുമ്പോൾ bd = 1. വേറെ a b c എവിടുത്തെ എലമെൻറ്റ്സാണ്? ഇൻറ്റിജേഴ്സ്, എലമെൻറ്റ് ഓഫ് സെഡ്. ഇനി ഞാൻ ഈ ലാസ്റ്റ് കണ്ടീഷൻ എടുക്കുകയാണ്, bd = 1. bd = 1 സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇൻറ്റിജേഴ്സ് ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ ബിയും ഡിയും 1 ആണ്, അല്ലെങ്കിൽ ബിയും ഡിയും എന്താണ്? -1 ആണ്. ഇനി സപ്പോസ് ബിയും ഡിയും വെൻ b = d = 1 ആവുന്ന കേസിൽ ഞാൻ ഈ കണ്ടീഷൻ എടുക്കുകയാണ്, d + ac + b. d + ac + b -10 എന്നാണ് കിട്ടുന്നത്. സോ ഞാൻ രണ്ടിടത്തും ഡിക്കും ബിക്കും 1 ഇട്ട് കൊടുക്കുന്നു. 1 ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് എ സി സോൾവ് ചെയ്യുമ്പോൾ -12 എന്ന് കിട്ടും. സിമിലർലി അതേപോലെ തന്നെ ബിയും ഡിയും -1 ആവുന്ന കേസിലും ഇതേ റിലേഷൻ എടുത്തിട്ട് എ സി കണ്ടുപിടിക്കുമ്പോൾ എന്ത് കിട്ടും? -8 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്കൊരു കണ്ടീഷൻ ഉണ്ട് ഇവിടെ, a + c അഥവാ c + a 0. സോ നൗ ഫോർ a + c ഈസ് ഈക്വൽ ടു 0. ഇനി എ സി എന്ന് പറയുന്നത് 12 ആവുന്ന കേസ് ഞാൻ എടുത്ത് നോക്കുവാണ്. എ സി ഈസ് ഈക്വൽ ടു -12 ആവുന്ന കേസ്. സോ വെൻ a + c = 0 ആൻഡ് a c = -12, നമ്മൾ a - c ദ ഹോൾ സ്ക്വയറിനെ എനിക്ക് എങ്ങനെ എഴുതാം? a + c ദ ഹോൾ സ്ക്വയർ - 4ac. ഇതിൽ a + cയും ac എനിക്കറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ 0² - 4 × -12 48 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ a - c എന്ത് കിട്ടും? √48. √48 4√3 ആണ്. പക്ഷെ നമുക്കറിയാം എന്താണ് വിച്ച് ഈസ് ഇമ്പോസിബിൾ സിൻസ് എയും സിയും എലമെൻറ്റ് ഓഫ് സെഡ്. എയും സിയും ഇൻറ്റിജേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ a - cക്ക് 4√3 ആവാൻ പറ്റുമോ? ഇല്ല. സോ ഇത് ഇമ്പോസിബിൾ ആണ്. സോ ac -12 ആവാൻ പറ്റില്ല. സോ അതായത് ബിയും ഡിയും 1 എടുക്കാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് ഞാൻ a + c 0യും അതേപോലെ എ സിക്ക് പകരം എ സിക്ക് -8ഉം കൊടുത്ത് സെയിം റിലേഷൻ a - c ദ ഹോൾ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് a - c ദ ഹോൾ സ്ക്വയർ 32 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ a - c √32 4√2 എന്ന് കിട്ടും, വിച്ച് ഈസ് ഓൾസോ ഇമ്പോസിബിൾ. കാരണം എയും സിയും ഇൻറ്റിജേഴ്സ് ആണ്. a - c 4√2 കിട്ടില്ല. സോ എന്താണ് ഇവിടെ? സോ നമുക്ക് എന്ത് കിട്ടും? ബിയും ഡിയും എഗെയിൻ -1 എടുത്തപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ ബി ഡി 1 ആവുന്ന ഒരു കേസിലും എന്താണ് നമുക്ക് ഇത് a - c ഇങ്ങനെ വരില്ല. സോ ഇങ്ങനൊരു ഫാക്ടറൈസേഷൻ എന്താണ്? പോസിബിൾ ആവില്ല. സോ നമുക്ക് എന്ത് കിട്ടും? ദസ് എ ഫാക്ടറൈസേഷൻ ഇൻറ്റു 2 ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ് ഇൻ സെഡ് ഓഫ് എക്സ് ഈസ് ഓൾസോ ഇമ്പോസിബിൾ. ഹെൻസ് എഫ് ഓഫ് എക്സ് ഈസ് ഇറഡ്യൂസിബിൾ ഇൻ സെഡ് ഓഫ് എക്സ് കിട്ടും. ഹെൻസ് ബൈ തിയറം 39 എഫ് ഓഫ് എക്സ് സെഡ് ഓഫ് എക്സിൽ ഇറഡ്യൂസിബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? തിയറം 39 വെച്ച് എഫ് ഓഫ് എക്സ് ഈസ് ഇറഡ്യൂസിബിൾ ഇൻ ക്യൂ ഓഫ് എക്സ് എന്ന് കിട്ടും.